റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ നമുക്ക് ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന്? ഹായ്, ഐ എം ഡോക്ടർ ഇൻഷ, റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ്. നമ്മൾ റൂട്ട് കനാൽ ചെയ്ത ഭാഗത്ത് വെച്ച് കട്ടിയുള്ള ആഹാരങ്ങൾ ചവയ്ക്കാതിരിക്കുക. പ്രത്യേകിച്ചും സോഫ്റ്റ് ഫുഡ് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അറിയാതെ നമ്മൾ ആ ടൂത്തിൽ കടിച്ചു കഴിഞ്ഞാൽ ഒരു പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം നിങ്ങൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു സൈഡിൽ മരവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു മരവിപ്പ് മാറിയതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മരവിച്ചിരിക്കുന്ന ഭാഗത്തെ കവിളോ ചുണ്ടോ ഒക്കെ കടിച്ച് മുറിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു മുറിവിൻ്റെ വേദന ചിലപ്പോൾ നിങ്ങൾക്ക് പല്ലിൻ്റെ വേദനയായിട്ടും അനുഭവപ്പെടാം. പിന്നെ ഓറൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കോൾഡ് കംപ്രഷൻ, അതായത് നിങ്ങളുടെ റൂട്ട് കനാൽ ചെയ്ത സൈഡിലെ കവിളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറമേ നിന്ന് തണുത്ത ഐസ് പാക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കവിള് കൊള്ളുന്നതും ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആ റൂട്ട് കനാൽ ചെയ്ത ഏരിയ ഒന്ന് ഹീലാവാൻ, അതായത് നമ്മളുടെ ആ സറൗണ്ടിങ്ങിലുള്ള മോണയിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ സൈറ്റും ഒക്കെ ഹീലാവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഡെൻറ്റിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസും അതേപോലെ തന്നെ തരുന്ന ഇൻസ്ട്രക്ഷൻസും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഡെൻറ്റൽ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ഫോളോ അസ്.